ഒപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കുമെന്നത് സംഘടനാ പ്രസിഡന്റ് ബി രാഗേഷ് 24 അല്പസമയം മുൻപ് വ്യക്തമാക്കി. നടപടികൾ വേഗത്തിലുണ്ടാകുമെന്നും ബി രാഗേഷ് 24 പറഞ്ഞു. വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. കാര്യം അതിനകത്ത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു. കുറ്റം ചെയ്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ദിലീപിനെ കുറ്റവിമുക്തനാക്കി കോടതി പ്രഖ്യാപിച്ചു. അപ്പോൾ അത് വളരെ സത്യസന്ധമായ ഒരു വിധിയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംഘടനയെ സംബന്ധിച്ച് ഈ വിധി ഞങ്ങൾ സന്തോഷം പകരുന്നതാണ് എന്നുള്ളതാണ്. കാര്യം ഞങ്ങളുടെ നിരവധി ആൾക്കാരുടെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ദിലീപ്. അദ്ദേഹം ഈ സംഘടനയിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അദ്ദേഹം പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒന്ന് മെമ്പറാണെന്നുള്ള ആൾ. മെയിനായിട്ട് അദ്ദേഹം അമ്മ അസോസിയേഷനിലെ അംഗമാണ്. ഞങ്ങളുടെ സംഘടനയിലെ ഒരു അസോസിയേറ്റ് അംഗമായിരുന്നു അദ്ദേഹം. ഇനി സിനിമ ചെയ്യുമ്പോൾ ഓൾറെഡി ടെമ്പററി മെമ്പർഷിപ്പ് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ ആ പഴയ മെമ്പർഷിപ്പ് ഈ കാര്യത്തിൽ പുറത്താക്കിയതുകൊണ്ട് തിരിച്ചു കൊടുക്കും. അതിപ്പോൾ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തതിന് ശേഷമേ തീരുമാനമെടുക്കുള്ളൂ. ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിചാരണ കോടതി വിധി സ്വീകരിക്കാനോ നിരസിക്കാനോ ഇല്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ദിലീപ് അറസ്റ്റിലായപ്പോൾ ആദ്യം നടപടിയെടുത്തത് ഫെഫ്കയാണ്. നിലവിലെ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. ഫെഫ്ക യോഗം ചേർന്ന് തീരുമാനമെടുക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ വിധിയിലൂടെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ സാങ്കേതികമായ ഒരു ട്രേഡ് യൂണിയനിൽ അദ്ദേഹത്തിന് അംഗത്വം തിരികെ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അദ്ദേഹത്തിനെതിരെ ചാർത്തപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാതെ പോകുമ്പോൾ അതിന് കൃത്യമായ നിയമപരമായ വിശദീകരണങ്ങൾ അതിനകത്ത് ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് വായിച്ച ശേഷം സംഘടന പ്രതികരിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ പ്രതികരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല, അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ സ്വാഗതം, തിരസ്കാരം തുടങ്ങിയ ദ്വന്ദ്ങ്ങളിലേക്ക് നമ്മൾ പോകണ്ട. ഒരു വിധിയെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.